ദേവൂട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ദേവൂട്ടി അല്ലെങ്കിൽ പിന്നെന്തിനാ അയാളോട് കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞേ? അതെന്താ ദേവൂട്ടി അങ്ങനെ പറഞ്ഞേ? മറ്റുള്ളവർ തീരുമാനിക്കുന്നത് പോലെയാ ദേവൂട്ടിയുടെ കാര്യങ്ങൾ നടക്കുന്നെന്ന്. ഈ മറ്റുള്ളവരെന്ന് ദേവൂട്ടി ഉദ്ദേശിച്ചത് ആ വിദ്യാമേനെ ആയിരിക്കില്ലേ? അതോ ആ സന്ദീപിനെയോ? ഞാൻ പറഞ്ഞില്ലേ, എന്തൊക്കെയോ ഉള്ളുകളികള് ദേവൂട്ടിയുടെ തീരുമാനത്തിന് പിന്നിലുണ്ട്. അതുറപ്പാ. ജാതകവുമായി നാളെ തന്നെ ചെല്ലാൻ അവർ പറഞ്ഞിരിക്കുന്നേ. അവരങ്ങനെ ആവശ്യപ്പെട്ട സ്ഥിതിക്ക് ഇനി നമ്മളായിട്ട് താമസിപ്പിക്കണ്ട. നാളെ തന്നെ ജാതകവുമായിട്ട് നമുക്ക് പോകാം. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ടല്ലോ. എന്തു പ്രശ്നം? അല്ല, എന്റെ ജാതകം ഇപ്പോ കൈവശമില്ല. അത് പണ്ടെവിടെയോ നഷ്ടപ്പെട്ടു പോയതാ. മാത്രമല്ല, ഉണ്ടായിരുന്ന ജാതകത്തിൽ എനിക്ക് വിവാഹയോഗമൊന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ആ ജാതകം നമ്മൾ കൊണ്ടുപോയാൽ തന്നെ പൊരുത്തമില്ലാന്ന് ജോത്സ്യം പറഞ്ഞാലോ? അക്കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട. ഏത് ജോത്സ്യൻ നോക്കിയാലും 10-ൽ 10 പൊരുത്തമുള്ള ഒരു ജാതകം നിനക്ക് ഞാൻ ഉണ്ടാക്കിത്തരും. അതിനാണല്ലോ നിന്റെ സ്നേഹസമ്പന്ന അമ്മാവനായി ഈ ഗജരാജ മൂർത്തി വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ജാതക പൊരുത്തം ഉണ്ടെങ്കിൽ വിവാഹത്തിന്റെ മുഹൂർത്തം നാളെ തന്നെ കുറിക്കാന്നാ അവര് പറഞ്ഞത്. വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണം. എന്റെ ഉപാസനാ മൂർത്തികൾക്ക് മുടങ്ങിപ്പോയ ബലി നിന്റെ ദേവൂട്ടിയിലൂടെ എനിക്ക് പൂർണ്ണമാക്കണം. ആ ബാലികയ്ക്ക് പകരം ദേവൂട്ടി. അവളും കന്യകയാണല്ലോ. മൂർത്തികളെ പ്രീതിപ്പെടുത്താൻ നിന്റെ ദേവൂട്ടിയുടെ രക്തം തന്നെ ധാരാളം. തമ്പി സാറിനൊന്ന് നേരിട്ട് കാണണമെന്ന് പറഞ്ഞിരുന്നു. വന്നത് നന്നായി. ആ, സാർ വരണം. എന്താ തമ്പിക്കാളെ മനസ്സിലായില്ലെന്നുണ്ടോ? സംശയിക്കണ്ട. ഇനി ലക്ഷ്യം നേടുന്നതുവരെ ഖര ഈ വേഷപ്പകർച്ചയിലായിരിക്കും. ഗഗന്റെ അമ്മാവനായ ഗജ രാജ മൂർത്തിയുടെ വേഷത്തിൽ. ഘോര? അതെ, ഉഗ്രസേന അഘോര തന്നെ. ഇപ്പോഴീ വേഷപ്പകർച്ചയുടെ പിന്നിൽ ചില ഗൂഢ ലക്ഷ്യങ്ങളുണ്ട്. അതിൽ പ്രധാനം ദേവൂട്ടിയും ഗഹനുമായിട്ടുള്ള വിവാഹമാണ്. നാളെയോടെ അക്കാര്യം തീരുമാനമാകും. അതിന് ആ കുട്ടിയും അവളുടെ വീട്ടുകാരെ സമ്മതിക്കണ്ടേ ഘോര?
അവര് സമ്മതിച്ചു കഴിഞ്ഞു തമ്പി.